ഈ ഒരു അവസരത്തിൽ ഇത് പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. എന്നാലും ഈ ഒരു അവസരത്തിലല്ലാതെ ഇത് പറയാതിരിക്കാനും വയ്യ. വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടിയപ്പം കളക്ടറുടെ ആദ്യത്തെ പോസ്റ്റുകളിൽപ്പെട്ട ഒന്നാണ് ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് വയനാട്ടിലേക്ക് വരണം, ഒരുപാട് റിമോട്ട് ഏരിയകളിലേക്ക് പോകാൻ ഈ ഒരു 4x4 വാഹനങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളത്. 2018 മുതൽ എല്ലാ വർഷവുമായിട്ട് ഇപ്പോൾ തുടരെ പ്രകൃതി ദുരന്തങ്ങളും വേലിയേറ്റവും വെള്ളക്കയറ്റവും അതിശക്തമായ മഴ കാരണം വെള്ളം പൊന്തിയിട്ട് പല ഏരിയകൾക്കും വണ്ടി പോകാൻ പറ്റാതിരിക്കുമ്പോഴൊക്കെ ഈ മോഡിഫൈഡ് ചെയ്ത ജീപ്പുകളാണ് എത്തിയിട്ട് പല മേഖലയിൽ നിന്നും ആളുകൾ രക്ഷിച്ചുകൊണ്ടുന്നത്. ആ ഒരു സംഭവം കഴിഞ്ഞ ഉടനെ പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്താ പറയുക, MVD വാഹനങ്ങളൊക്കെ വെക്കും. ഞാൻ ചോദിക്കുകയാണ്, പ്രാക്ടിക്കലായിട്ടൊരു നിയമം ശരിക്കും ഈ ഒരു സംവിധാനത്തിൽ നിങ്ങൾ കൊണ്ടുവരാൻ പറ്റൂലേ? ഞാൻ പല രാജ്യത്തും കണ്ടിട്ടുണ്ട് ഇത്തരം സംവിധാനങ്ങളൊക്കെ നിയമത്തിന്റെ പരിധിയിൽ പെടുത്തിക്കൊണ്ട് തന്നെ അവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പല സംഭവങ്ങളും കൊണ്ടുവരുന്നത്. ഈ മുന്നിലൊരു വിഞ്ച് വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വണ്ടിയിൽ സ്നോർക്കൽ വെച്ചോണ്ടോ ഒരു അപകടം വരാൻ പോണില്ല എന്ന് 100% ബോധ്യം എനിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്ന MVDയെ ഭരിക്കുന്ന സർക്കാരിനും അറിയാവുന്ന കാരണം. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരം പ്രവണതകൾക്ക് ഒരു ഭാഗത്തുനിന്നുണ്ടാണ്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ സാധനങ്ങളൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇത് ഇന്ത്യ ഗവൺമെന്റ് നമ്മൾ ടാക്സ് കൊടുത്തിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാലാണ് പ്രശ്നം. നിങ്ങൾ ഈ ചോദിക്കുന്ന പൈസ എന്നിട്ട് നിങ്ങൾ ചോദിക്കുന്ന ടാക്സുകൾ അടച്ചിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചെയ്തോടാം. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അംഗീകരിക്കപ്പെടുന്ന രീതിയിൽ ഇതിനൊരു സർട്ടിഫിക്കേഷൻ തന്നാൽ മതി. അതിന് തയ്യാറാണ് ഈ മോഡിഫൈ ചെയ്യുന്ന ആളുകളൊക്കെ. ഈ സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് ഇതിന്റെ ഉപയോഗം ഉണ്ടോ എന്ന് മനസ്സിലാക്കി നിങ്ങൾ ആലോചിച്ച് ചെയ്താൽ മതി. അതിന് വേണ്ട ടാക്സ് തരാൻ തയ്യാറാണ് ഈ ആളുകളൊക്കെ. നിങ്ങൾ ഈ ചെകുത്താൻ വണ്ടികൾ എന്ന് വിളിച്ച ആളുകളാണ് ഇത്തരം ദുരന്ത സമയങ്ങളിലൊക്കെ പാഞ്ഞെത്തുന്ന ആദ്യത്തെ ആളുകൾ. ഈ ഒരു അവസരം മുതലെടുക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇപ്പം നാട്ടിലില്ലാത്തൊരവസരത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം പുത്തുമലയിൽ പൊട്ടിയപ്പം 6 ദിവസം ഞങ്ങൾ വയനാടുണ്ടായിരുന്നു. നമ്മുടെ അടുത്തുള്ള ഓഫ് റോഡ് വണ്ടി കൊണ്ട് മാത്രം നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയത്. ആകെ ഒരു കാര്യം മാത്രം റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ, ഈ ഒരു സംഭവം കഴിഞ്ഞാൽ ആളുകൾ ഇതൊക്കെ മറക്കും. പിന്നെ ഇതിലൊക്കെ കുടുങ്ങാൻ പോണത് ഈ ഒരു സംഭവത്തിലൊക്കെ ഉപയോഗിച്ച വാഹനങ്ങളാണ്. വീഡിയോ നോക്കിയിട്ടാണ് MVD പിടിക്കുക. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനോട് സകല ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, ഇതിന് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ടൊരു നിയമ സംവിധാനം കൊണ്ടുവരാൻ പറ്റൂലേ? ഈ സ്നോർക്കലൊക്കെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രക്കും വാട്ടർ വേഡിങ് കൂടും. അവർക്ക് എന്തെങ്കിലും അതുകൊണ്ട് വണ്ടിക്ക് സ്വമേധയാ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ അവർ ഉത്തരവാദി ആയിക്കോളും. നിങ്ങൾക്ക് എന്താ അതുകൊണ്ട് കുറ്റം? മറ്റുള്ള ആളുകൾക്ക് ഈ ഒരു സംഭവം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരെ. ഇനിയും ദുരന്തങ്ങൾ വരുമ്പോൾ സഹായിക്കണം എന്നല്ല പറയുന്നത്. ഇനിയൊരു ദുരന്തങ്ങളും കേരളത്തിൽ വരാതിരിക്കട്ടെ. പക്ഷെ നമ്മുടെ നിയമങ്ങൾ ഏറെക്കുറെ പരിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്.